നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ 10 മിനിറ്റ് സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് SSCRT ആണ് പഠിക്കാൻ പോകുന്നത്. SSCRTയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ 10 മിനിറ്റിലൂടെ പഠിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ഈ സീരീസ്. അപ്പോൾ SSCRT പാഠപുസ്തകങ്ങൾ വായിച്ച് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് PSC ചോദിക്കാൻ സാധ്യതയുള്ളതും ഇനി ഇതുവരെ ചോദിച്ചതുമായ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ 10 മിനിറ്റ് സീരീസിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് 5 മുതൽ 10 വരെയുള്ള SSCRT ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് പഠിക്കാനും റിവിഷൻ ചെയ്യാനും ഒക്കെയുള്ള ഒരുപാട് സമയം ലഭിക്കും. LDC, LP, UP ഒക്കെ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു. അപ്പോൾ ഇനി വളരെ സിസ്റ്റമാറ്റിക്കായി പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഒരു റാങ്കിലെത്താൻ സാധിക്കുകയുള്ളൂ. PSC പള്ളിക്കൂടത്തിൻ്റെ ഈ SSCRT 10 മിനിറ്റ് സീരീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. 8ാം ക്ലാസ്സിലെ തരംതിരിക്കുന്നത് എന്തിന് എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിലെ PSC ഇതുവരെ ചോദിച്ചതും ഇനി ചിലപ്പോൾ ചോദിച്ചേക്കാമെന്ന് നമുക്ക് തോന്നുന്നതുമായ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസിലൂടെ കടന്നുപോയി ഈ ചാപ്റ്റർ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് വർഗീകരണ ശാസ്ത്രമാണ്. എന്താണ് വർഗീകരണ ശാസ്ത്രം? അതായത് ജന്തുക്കളെയും സസ്യങ്ങളെയും ഒക്കെ അവരുടെ സമാനതകളും അതുപോലെ തന്നെ അവരിലെ വ്യത്യാസങ്ങളുമെല്ലാം തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായി പേര് നൽകുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത് പറയുന്നത്? വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് ജന്തുക്കളെയും സസ്യങ്ങളെയും ഒക്കെ അവയുടെ സമാനതകൾ അതുപോലെ തന്നെ അവയിലെ വ്യത്യാസങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് അവ എന്ത് ചെയ്യും? തരംതിരിക്കുകയും അതുപോലെ തന്നെ ശാസ്ത്രീയമായി പേരുകൾ നൽകുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. എന്താണ് ടാക്സോണമിക് കീകൾ? ജന്തുക്കളെയും സസ്യങ്ങളെയും വർഗീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ സൂചകങ്ങളെയാണ് ടാക്സോണമിക് കീകൾ എന്ന് പറയുന്നത്. ജന്തുക്കളെയും സസ്യങ്ങളെയും വർഗീകരണ ശാസ്ത്രം നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഈ വർഗീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ സൂചകങ്ങളെയാണ് എന്ത് പറയുന്നത്? ടാക്സോണമിക് കീകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ്. PSCയുടെ നിരന്തര ചോദ്യമാണ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. ആരാണ്? അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ്. പിന്നെ അദ്ദേഹത്തെ പറ്റി പ്രധാനമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജീവികളെ ചുവന്ന രക്തമുള്ളവ എന്നും അല്ലാത്തവ എന്നും വേർതിരിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ജീവികളെ ചുവന്ന രക്തമുള്ളവ എന്നും അല്ലാത്തവ എന്നും വേർതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. അതൊന്ന് നോട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ആരാണ് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ്? തിയോഫ്രാസ്റ്റസ് ആണ്. തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ്. അദ്ദേഹം എന്താണ് ചെയ്തത്? സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചു. അപ്പോൾ ഇതെല്ലാം PSC ചോദിക്കുന്ന ചോദ്യമാണ്. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചത് തിയോഫ്രാസ്റ്റസ് ആണ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും തിയോഫ്രാസ്റ്റസ് ആണ്. ഇനി അടുത്തതാണ് ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്? ആയുർവേദത്തിൻ്റെ പിതാവാണ് ചരകൻ. ചരകൻ ഇന്ത്യക്കാരനാണ് അല്ലേ? ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചരകനാണ് എന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ചരക സംഹിത. എന്താണ്? ചരക സംഹിതയാണ് ആയുർവേദത്തിൻ്റെ പിതാവായ ചരകൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥം. പിന്നെ അടുത്തത് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റം എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചത് ജോൺ റേ ആണ് അല്ലേ? ഇത് സസ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ജോൺ റേ ആണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ ജോൺ റേ എത്ര തരം സസ്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 18,000 സസ്യങ്ങളെക്കുറിച്ചാണ് അല്ലേ? 18,000 സസ്യങ്ങളെക്കുറിച്ചാണ് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റം എന്ന പുസ്തകത്തിൽ ജോൺ റേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കൃത്യമായി ഓർമ്മിച്ച് വെക്കുക. പിന്നെ അടുത്തത് സ്പീഷീസ് എന്ന പദം കൊണ്ടുവന്നത് ആരാണ്? ജോൺ റേ ആണ്. സ്പീഷീസ് എന്ന പദം കൊണ്ടുവന്നത് ജോൺ റേ ആണ്. എന്താണ് സ്പീഷീസ് എന്ന് ഉദ്ദേശിക്കുന്നത്? സ്പീഷീസ് എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാമോ? അതായത് സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ
സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ കഴിവുള്ള ജീവിവർഗത്തിനെയാണ് എന്ത് പറയുക, സ്പീഷീസ് എന്ന് പറയും. അതായത് സ്വാഭാവികമായ ലൈംഗിക പ്രക്രിയയിലൂടെ പുതിയ സന്താനങ്ങൾ, ആ സന്താനങ്ങൾക്ക് എന്ത് കഴിവുണ്ടായിരിക്കും, സന്താനങ്ങളെ സൃഷ്ടിക്കാനുള്ള കഴിവുള്ള പുതിയ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ജീവികളുടെ ഗണത്തിനെയാണ് എന്ത് പറയുക, സ്പീഷീസ് എന്ന് പറയുക. അപ്പോൾ ഈ സ്പീഷീസ് എന്ന പദം ആരുടെ സംഭാവനയാണെന്ന് അറിയാമോ? ജോൺ റേയുടെ സംഭാവനയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥം പഠിച്ചു വെക്കണം. ഏതാണ്? ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റം. അതിൽ 18,000 സസ്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്നും പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ദ്വിനാമ പദ്ധതി അല്ലേ. ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നത് ആരാണ്? കോൾ ലിനേയസ് ആണ്. ആരാണ്? കോൾ ലിനേയസ് ആണ് ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നത്. എന്താണ് ഈ ദ്വിനാമ പദ്ധതി എന്നറിയാമോ? ജീവികൾക്ക് 2 പേരല്ലേ. ദ്വി എന്ന് പറഞ്ഞാൽ 2ആണ്. അതായത് ആ ജീവിക്ക് ഒരു പേരുണ്ടാവും, അതുകൂടാതെ ഒരു ശാസ്ത്രീയ നാമം കൂടി ഉണ്ടാവും. അപ്പോൾ 2 പേരിടുന്ന പദ്ധതി, അതാണ് ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നത് ആരാണ്? കോൾ ലിനേയസ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അടുത്തത് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും കോൾ ലിനേയസ് ആണ്. ആരാണ്? ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും കോൾ ലിനേയസ് ആണ്. കോൾ ലിനേയസ് എന്താണ് കൊണ്ടുവന്നത്? ദ്വിനാമ പദ്ധതി അല്ലേ. 2 പേര്, ഒരു ജീവിക്ക് തന്നെ ഒരു ശാസ്ത്രീയ നാമവും അല്ലാതെ ഒരു നാമവും ഉണ്ടാവും അല്ലേ. അതാണ് ദ്വിനാമ പദ്ധതി. അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കോൾ ലിനേയസ് ആണ്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൾ ലിനേയസ് ആണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം 7 തലത്തിലായി ജീവികളെ വർഗീകരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ വർഗീകരണ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തലം, ഈ 7 രീതിയിൽ അദ്ദേഹം ജീവികളെ വർഗീകരിച്ചു. അതിൽ ഈ വർഗീകരണത്തിലെ അടിസ്ഥാന തലം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പീഷീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പീഷീസ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഈ വർഗീകരണ തലത്തിലെ ഏറ്റവും അടിസ്ഥാന തലം. അതുപോലെ തന്നെ സവിശേഷതകളിൽ ഏറ്റവും അധികം സാമ്യം പുലർത്തുന്നത് സ്പീഷീസിൽപ്പെട്ട ജീവികളാണ് എന്നും പഠിച്ചു വെക്കുക. സവിശേഷതകളിൽ ഏറ്റവും അധികം സാമ്യം പുലർത്തുന്നത് ഈ സ്പീഷീസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ജീവികളാണ് എന്നും ഓർമ്മിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. വർഗീകരണ ശാസ്ത്രം, ടാക്സോണമിക് കീകൾ, ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലാണ്. അതുപോലെ തന്നെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്ന് ജീവികളെ വർഗീകരിച്ചത് അരിസ്റ്റോട്ടിലാണ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് സസ്യങ്ങളെ വർഗീകരിച്ചു. ആയുർവേദത്തിൻ്റെ പിതാവ് ചരകനാണ്. ചരക സംഹിതയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥം. പിന്നെ ജോൺ റേയെ കുറിച്ച് പഠിച്ചു അല്ലെ. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റം എന്ന പുസ്തകം രചിച്ചു. അദ്ദേഹം അതിൽ 18,000 സസ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ ദ്വിനാമ പദ്ധതി അല്ലെ, കോൾ ലിനേയസിന്റെ ദ്വിനാമ പദ്ധതി. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? കോൾ ലിനേയസ് ആണ്. കോൾ ലിനേയസ് ജീവികളെ 7 തലത്തിലായി വർഗീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ വർഗീകരണ തലത്തിലെ 7 എണ്ണം നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഏറ്റവും അടിസ്ഥാന തലം സ്പീഷീസ് ആണ്. അപ്പോൾ PSC നമ്മളോട് ഏതെങ്കിലും ഒരു തലം കഴിഞ്ഞാൽ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടണം അല്ലേ. അല്ലെങ്കിൽ ആ ഒരു 7 തലം കൊടുത്തിട്ട് അതിൽ പെടാത്തതോ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയതോ ഒക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണ്ടേ. അപ്പോൾ ആദ്യത്തെ തലം എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. അപ്പോൾ സ്പീഷീസുകളെല്ലാം ചേർന്ന് എന്താവുന്നു? ജീനസായി മാറുന്നു അല്ലേ. സ്പീഷീസുകളെല്ലാം ചേർന്ന് ജീനസായി മാറുന്നു. ഈ ജീനസുകളെല്ലാം ചേർന്നിട്ട് എന്താവുന്നു? ഫാമിലി ആയി മാറുന്നു അല്ലേ. മൂന്നാമത്തെ തലം ഫാമിലിയാണ്. അപ്പോൾ ഫാമിലിയിലെ എല്ലാവരും ചേർന്ന് എന്ത് ചെയ്യുന്നു? ഓർഡർ എന്ന തലത്തിലെത്തുന്നു. ഓർഡർ എന്ന തലം, ഫാമിലിയിലെ എല്ലാവരും ചേർന്ന് എന്തായി മാറുന്നു? ഓർഡർ എന്ന തലത്തിലേക്ക് എത്തുന്നു. ഈ ഓർഡർ എന്ന തലത്തിൽ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? പിന്നെ ഓർഡറുകളെല്ലാം ചേർന്ന് ക്ലാസ് ആയി മാറുന്നു. ഓർഡറുകളെല്ലാം ചേർന്ന് ക്ലാസ് ആയി മാറുന്നു. ഈ ക്ലാസുകളെല്ലാം ചേർന്ന് എന്തായി മാറുന്നു? ഫൈലമായി മാറുന്നു അല്ലേ. ഫൈലങ്ങളെല്ലാം ചേർന്ന് അവസാനം എന്തായി മാറുന്നു? കിങ്ഡം എന്ന തലത്തിലെത്തുന്നു. അപ്പോൾ ഇത്രയും 7 തലങ്ങളാണ് കോൾ ലിനേയസ് വർഗീകരണ ശാസ്ത്രത്തിലൂടെ താഴെ മുതൽ മുകളിലേക്ക് ഈ രീതിയിലാണ് 7 തലത്തിൽ കോൾ ലിനേയസ് ജീവികളെ വർഗീകരിച്ചത്. അപ്പോൾ ഈ ഒരു ഓർഡർ കൃത്യമായി പഠിച്ചു വെക്കണം. അപ്പോൾ ഇന്ന് തരംതിരിക്കുന്നത് എന്തിന് എന്ന ചാപ്റ്ററിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് കൃത്യമായി എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനിയും ഇതിലെ ഈ പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത SSCRT 10 മിനിറ്റ് സീരീസുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ പഠനം ആരംഭിക്കുക. കാരണം ഇപ്പം തന്നെ ശ്രമിച്ചാലും നമുക്ക് LD ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. നല്ല രീതിയിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.